Malayalam. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷവോമിന്റെ ഏറ്റവും പുതിയ ഫോണായ Xiaomi Mi 10i എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഈ ചാനൽ ആദ്യമായി കണ്ടിട്ടാണ് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ Mi 10iൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് നമുക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തു. പിന്നെ 4020 mAh ബാറ്ററി, പിന്നെ 108 MB മെഗാ പിക്സലുള്ള ക്യാമറ, പിന്നെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റിലൊരു ഡിസ്പ്ലേയും, പിന്നെ 750G പ്രൊസസ്സറൊക്കെ കൊടുത്തു. അങ്ങനെ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ബോക്സ് നമുക്ക് കൊടുത്തു. അതൊക്കെ നമുക്ക് വഴിയെ പറയാൻ മതി ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നേരെ നമ്മളെ ഈ ഫോൺ അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് മുകളിലൊരു ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമുക്ക് നേരെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നേരെ അതിൽ ഒരു ഡിസൈനഡ് ബൈ Xiaomi എന്നൊരു ഇത് കാണാൻ നമുക്ക് കണ്ടില്ലേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സിം ഇജക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടില്ല. ഇതാണ് നമ്മൾ സിം ഇജക്ടർ എന്ന് പറഞ്ഞ സാധനം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു TPU കേസും, പിന്നെ ഒരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ TPU കേസാണ്. പിന്നെ അതിൻ്റെ ഉള്ള ഒരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കണ്ടില്ലേ, ഇതാണ് ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടു. പിന്നെ നമുക്ക് കാണാൻ പറ്റും നേരെ നമ്മളെ ഫോണാണ്. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രീമിയം ഫോൺ തന്നെ തോന്നും. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ അതിൽ കാണാൻ പറ്റും നമുക്കൊരു ചാർജറാണ്, 33 വാട്ടിൻ്റെ ഒരു ചാർജറും, പിന്നെ അതിൻ്റെ ഒപ്പം നമുക്കൊരു Type-C പോർട്ടിലൊരു കേബിളാണ് കാണാൻ പറ്റിയതാണ്. കണ്ടില്ലേ, ഇത് നമ്മളൊരു ഓറഞ്ച് കളറൊക്കെ കൊടുത്തുകൊണ്ടാകുമ്പോൾ ഒരു കാണാൻ നല്ല രസമുണ്ട് നമ്മളെ കേബിളൊക്കെ കാണാൻ. ഇതാണ് പിന്നെ നമ്മളെ ഫോൺ എന്ന് പറയുമ്പോൾ ഫോണിൻ്റെ മുകളിൽ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കളയാം. കൈ പിടിക്കുമ്പോൾ നല്ലൊരു ഇത് കിട്ടും, നല്ലൊരു ഫീല് കിട്ടും. നല്ല പ്രീമിയം ഫോൺ കൈ പിടിച്ചൊരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ബാക്കിൽ നമുക്ക് അധികം ഗ്ലോസി അല്ലാത്ത രീതിയിലൊരു ഫോണാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ഗ്ലോസിയാണ് തോന്നുന്നത്, ഗ്ലോസി അല്ല അധികം. ഉണ്ട് ഇത് നമ്മളെ ഫോൺ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി പ്രീമിയം ലുക്ക് ഉണ്ട് നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്നത്. മുകളിൽ നമുക്ക് കോഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തു. ഈ ഡിസൈൻ ഇപ്പോൾ പുതിയൊരു മോഡൽ ഡിസൈനാണ് Xiaomiൻ്റെ അടുത്ത് നിന്ന്. കണ്ടില്ലേ, 4 ക്യാമറ സൈഡിലായിട്ടാണ് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലൊരു ഇതാണ് നമ്മളെ ഫോൺ എന്ന് കാണുമ്പോൾ തന്നെ. പിന്നെ നമുക്ക് ഇതിൻ്റെ പോർട്ടും കാര്യങ്ങളും നോക്കാം. നമുക്കൊരു ഓഡിയോ ജാക്ക് കൊടുത്തുകൊണ്ട് Type-C കൊടുത്തുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു സ്പീക്കറും ഗില്ലും, പിന്നെ ഒരു മൈക്രോഫോണും കൊടുത്തുകൊണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാൻ പറ്റും, സൈഡ് മൗണ്ടഡ് ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു വോളിയം കീ കൊടുത്തുകൊണ്ടു. പിന്നെ നമുക്ക് നേരെ മുമ്പേക്ക് നോക്കാം മൊബൈലിൻ്റെ. അവിടെ നോക്കുകയാണെങ്കിൽ നേരെ നമുക്കൊരു അത് കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് ഇൻഫ്രാറെഡ് സെൻസർ കൊടുത്തുകൊണ്ടു. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു മൈക്രോഫോണും കൊടുത്തുകൊണ്ടു. ഇപ്പുറത്തായിട്ട് നമുക്കൊരു സിം ട്രേയും കൊടുത്തുകൊണ്ടു. പിന്നെ നമുക്ക് UI കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് MIUI 12 ആണ് ഇതിൽ ഓടുന്നത്. MIUIൻ്റെ 12 ആണ്. പിന്നെ Android 10 ബേസ്ഡ് ആയിട്ടാണ് ഓടുന്നത് വേണം പറയാം. കണ്ടില്ലേ, അപ്പോൾ ഇതിൽ ഫുൾ ലേറ്റസ്റ്റ് ആണ് നമുക്ക്. പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോൺ 5G സപ്പോർട്ടഡ് ആണ് നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഫുള്ള് കാര്യങ്ങളും. പിന്നെ നമുക്കിതിൽ ഡിസ്പ്ലേ കുറച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളതിലൊരു പഞ്ച് ഹോൾ സ്റ്റൈലിലാണ് നമുക്ക് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നോച്ചൊക്കെ കാര്യം പഞ്ച് ഹോൾ സ്റ്റൈലാണ്. പിന്നെ ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല സ്മൂത്തായിട്ടാവും നടക്കാൻ പറ്റുന്നില്ലേ. നമുക്ക് ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഫോൺ, നല്ല സ്മൂത്ത് ആക്കാൻ നമ്മുടെ ഫോൺ. പിന്നെ ഇതിൽ 8 GB റാമും 128 GB സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ റാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ LPDDR4 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ UFS 5 അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി വേറെ ലെവലാണ്. കളറൊക്കെ നല്ല ആക്യുറേറ്റ് കളറാണ് വേണം പറയാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ ഈ ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നത് സൗണ്ട് ക്വാളിറ്റി വളരെ ലെവലാണ്. സ്റ്റീരിയോ സ്പീക്കറാണ്, നല്ല ലൗഡ് സ്പീക്കറാണ് പിന്നെ കൊടുത്തിട്ട്. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ക്യാമറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ക്യാമറ കൊടുത്തിട്ട് വേണം പറയാം. നമുക്കിത് വ്ളോഗേഴ്സിനായിട്ട് പ്രത്യേക ഒരു ഫീച്ചർ ഒക്കെ ഇതിൽ ഈ ഫോണിൽ കൊടുത്തിട്ട് വേണം എടുത്ത് പറയണം. നമുക്കത് വീഡിയോ അധികം പിടിക്കാനെന്ന് അറിയാത്ത ആൾക്കാരാണ്. നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ പിടിക്കാൻ പറ്റും ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ കുറച്ച് എടുത്ത ഫോട്ടോൻ്റെ സാമ്പിൾ കാണിച്ചു തരാം. ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മൈക്രോ സെൻസറോണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വൈഡ് ആംഗിൾ സെൻസറോണ്ട് നമ്മൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മൾ 108 MB ക്യാമറയോടെ നമ്മൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സെൻസേഴ്സ് അതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഇതെടുക്കുക പറയുകയാണെങ്കിൽ നമുക്ക് 4K 30 FPS വരെ നമുക്ക് ഈ മൊബൈലിൽ വീഡിയോ പിടിക്കാൻ പറ്റും. അതൊരു നല്ല അടിപൊളി ഫോണാണ്. ക്യാമറ വൈസ് നോക്കാൻ കിടിലൻ ഫോണാണ്.
പിന്നെ നമുക്കിതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ പറയാം. 2 MB ഒരു ഡെപ്ത് സെൻസറുണ്ട്. പിന്നെ പെർമറി സെൻസർ എന്ന് പറയുന്നത് 108 MB ഒരു സെൻസറാണ് വരുന്നത്. പിന്നെ 2 MB മാക്രോ സെൻസറും വരുന്നുണ്ട്. പിന്നെ 13 MB ഒരു അൾട്രാ വൈഡ് സെൻസറും വരുന്നുണ്ട്. നമ്മൾ ഈ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എവരാണ് വേണേൽ പറയാം. നല്ല പ്രീമിയം ഫോൺ നിങ്ങളെ കൈ പിടിച്ച പോലെ ഉണ്ടാവും. പിന്നെ അത് അടിപൊളി ഫോണാണ് വേണേൽ പറയാം. അധികം വെയിറ്റ്ലെസ് ആയിട്ടൊരു ഫോൺ. പിന്നെ ഈ ഫോണിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ട് പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളും വിൽക്കുന്നൊരു ഭയമൊന്നും വേണ്ട. നല്ല അടിപൊളി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയാം ബാക്കിലും ഗ്ലാസ്, നമ്മളെ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ആണ് വേണേൽ പറയാം ഈ ഫോണിൻ്റെ. അപ്പോൾ അത് എല്ലാ വയസ്സും നോക്കാൻ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്നൊരു സ്മാർട്ട് ഫോണാണ് നമുക്ക് പറയാം. നല്ല അടിപൊളി സ്പെക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ എത്ര ഉള്ളത്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.